ഖത്തർ മുഴുവൻ ഇവിടെ ഉണ്ട്. സംഗതി മൊത്തത്തിലൊന്ന് തൽക്കാലം നിർത്തി വെച്ചതാണ് പരേഡിൻ്റെ സ്ഥലത്തേക്കുള്ള എൻട്രി. കാരണം മുഴുവൻ ജനങ്ങളും ഇവിടെത്തി വെയിറ്റ് ചെയ്യാണ്. കൂടെ മേഡം ചെയ്യും. ഇന്നിവിടെ ഖത്തറിൽ നാഷണൽ ഡേ ആണ്. അതുകൊണ്ട് രാവിലെ പരേഡ് ഉണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പരേഡൊന്നും ഇല്ലേനു. 2 ദിവസമായിട്ട് ഖത്തറിൽ നല്ല തണുപ്പും മഴയൊക്കെ. സൗണ്ട് മൊത്തം പോയിണ്. പക്ഷെ എന്നാലും ഈ അമീറൊക്കെ വരുന്നോണ്ടേ പരേഡൊന്നും പോയി കണ്ടു വെക്കാൻ വിചാരിച്ച്. അപ്പം ഇങ്ങനെ പോയി നോക്കാം. എൻ്റെ കൂടെ മാഡംജി ഉണ്ട്, റോക്കി ബായ് ഉണ്ട്, ലതീദ ഉണ്ട്, ഫായിസ് ഉണ്ട്, അഫ്സൽക്ക് ഉണ്ട്, ഫുൾ ടീമുണ്ട്. മിക്കവാറും എൻട്രി ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. ഇവർക്ക് രണ്ടാൾക്കും തണുപ്പ് പ്രശ്നമല്ല. ഇവർ ഉഡീസൊന്നും ഇടാതെ നടക്കുന്നത്. നാളെ അറിയാം എന്താവും. എൻട്രി ടൈം കഴിഞ്ഞു പോയാലും കുഴപ്പമില്ല. ചായ കുടിച്ചിട്ടേ അടുത്ത പരിപാടി ഉള്ളൂന്നാണ് മാഡംജിൻ്റെ ഒരു അഭിപ്രായം. ആക്ച്വലി റൂട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും കയറ്റാൻ സാധ്യതയല്ല. എന്തായാലും പോയി നോക്ക്. റോഡ് കംപ്ലീറ്റ് പോലീസ് ബ്ലോക്കാക്കി. ആൾക്കാരിതാ ഇങ്ങനെ നടന്നു പോവാണ്. എന്താ അവസ്ഥ? സെറ്റല്ലേ? ഇനി എന്നാ അവരൊക്കെ എത്ര നേരത്തെ എണീച്ച് ഒരു കാര്യത്തിന് പോകാന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് എടുത്ത് വെക്കുക. ഇന്നലെ രാത്രി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത ടീമിന്റെ ടെന്റാണ്. ഒരു ഇന്നലെ രാത്രി വന്നിട്ട് ക്യാമ്പ് ചെയ്തത് അവിടെ. ഞാൻ പറഞ്ഞല്ലേ വേണമെങ്കിൽ വന്ന് ക്യാമ്പ് ചെയ്യാൻ. എന്നാ പിന്നെ ഇത്ര ബുദ്ധിമുട്ടില്ലേനല്ലോ. ഒരു എണീറ്റില്ല. ഒരു എണീക്കാൻ മറന്നുപോയി. പക്ഷെ അതെ ലളിത പോയിട്ട് ടെന്റിനെ ഇങ്ങനെ മുട്ടിയിട്ട് സലാമലൈക്കും. ആക്ച്വലി ഇർഷാദിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇർഷാദിന് അമീറിന്റെ തൊട്ടടുത്തിരിക്കണം എന്ന് ഇരുന്ന തന്നെ ചെറിയൊരു മണ്ടത്തരം പറ്റി വീട്ടിൽ നിന്ന് ഫ്ലാഗ് എടുക്കാൻ മറന്നുപോയി. ഒറ്റൊരുത്തിന് ഓർത്തില്ല. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഖത്തർ മുഴുവൻ ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യൂ, രാജ്യത്താകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ മൊത്തം ആൾക്കാരൊന്നും ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഏത് ഫോഴ്സ് എന്ന് അറിയില്ല. പക്ഷെ കറക്റ്റ് കേരള പോലീസ് റെയിൻകോട്ട് ഇട്ട് വരണം. അതേ ഫീല്. ഒരു ഹെലികോപ്റ്റർ ആകാശത്ത് പാർക്ക് ചെയ്ത് കണ്ടു. പരേഡ് കാണാൻ വന്നിട്ട് യൂട്യൂബിൽ ലൈവ് കാണേണ്ട അവസ്ഥയാണ് പരേഡിന്റെ. എന്തായാലും ചെയ്യാം. ഇതിലും നല്ലത് ഇത് വീട്ടിലിരുന്ന് കാണേനി. അതാ പോണുണ്ടോ നമ്മൾ നിൽക്കണ ഈ റോഡിലല്ല, അപ്പുറത്തെ റോഡിലേക്ക്. ആക്ച്വലി പരേഡ് 9 മണിക്കാണ് തുടങ്ങുന്നത്. നമ്മൾ 6:30 മണിയാകുമ്പോഴാണ് വന്നത്. ഇന്നലെ രാത്രി 9 മണി മുതൽ ആൾക്കാർ അവിടെ നിൽക്കേണ്ടതുണ്ട്. ഖത്തറിൽ ഇത്രയും ഫോഴ്സുകളുണ്ട്, വെറൈറ്റികൾ പ്ലാൻസ്. വെള്ള, കറുപ്പ്, നീല, വെച്ച, മഞ്ഞാന്നൊക്കെ പറഞ്ഞ യൂണിഫോമിൽ മാർച്ച് പാസ്റ്റ് അങ്ങനെ നടക്കുന്നുണ്ട്. വിശക്കണോ? എന്താ ഇപ്പൊ കഴിക്കാൻ തോന്നണേ? ഇതൊക്കെ മസാല ദോശ ആണോ അല്ലേ? പ്യുവർ നോൺ വെജാ. ഞാൻ വെജാ, രാവിലെ വെജാ. ഇതാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എയർ ഷോ തുടങ്ങി. താഴെ കൂടെ പോയത് ഫ്ലൈറ്റ് അല്ല കേട്ടോ. കൈവീശി കാണിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒട്ടകത്തിന്റെ മുകളിലുള്ള പരേഡാണ്. ഇവിടുത്തെ ക്ലീനിങ്ങിന്റെ ചേട്ടന്മാരട്ടോ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നാഷണൽ ഡേ പരിപാടിയുടെ മൊത്തം സൗണ്ടും അവിടെ ഇരുന്ന് കേട്ടിരിക്കുകയാണ്. തിരിച്ചു മടങ്ങാണ്. ഇനി എന്തെങ്കിലും പോയി കഴിക്കണം, ഉറങ്ങണം. ബൈ.